Good morning students. Welcome to our GK class. Today we are going to study Standard 3 GK page 49, 52 and revision page 30. Okay. So you will take your text page 49. Okay. Respecting our belongings, good manners, some plant facts. These are today's topics. So you take your text, page 49. Respecting our belongings. Looking after our belongings shows that we respect them and ourselves. Okay. Which of the following show that we care about our belongings? Tick the correct answers. So let us learn more about them. Okay. Can you see this? First one, you have completed your homework. You leave the books and your desk for your parents to put them away. And option B, leave the books open and go out to play. And option C, put your books in your bag and then go out to play. അതായത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ബുക്കും പുസ്തകവും എല്ലാം ടേബിളിൽ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേരൻസ് വന്ന് അത് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ബുക്കും പുസ്തകമൊക്കെ അവർ വന്ന് അറേഞ്ച് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ പോവോ. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് ലീവ് ദ ബുക്സ് ഓപ്പൺ ആൻഡ് ഗോ ഔട്ട് ടു പ്ലേ. അതായത് ബുക്സൊക്കെ നമ്മൾ തുറന്നിട്ടേച്ച് നിങ്ങൾ കളിക്കാൻ വേണ്ടി പോവോ. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് പുട്ട് യുവർ ബുക്സ് ഇൻ യുവർ ബാഗ് ആൻഡ് ദെൻ ഗോ ടു പ്ലേ. അതായത് ഹോംവർക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബുക്കെല്ലാം നിങ്ങൾ ബാഗിൽ എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ കളിക്കാൻ വേണ്ടി പോവോ. ഏതാണ് നിങ്ങൾ ചെയ്യുന്നത്? You have completed your homework. You put your books in your bags and then go out to play. Option C is correct answer. So tick option C. Next is you come back from school and leave your uniform. അതായത് നിങ്ങൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം നിങ്ങളുടെ യൂണിഫോം, ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ഓൺ ദ ഫ്ലോർ ഓഫ് ദ ബാത്റൂം. നിങ്ങൾ ബാത്റൂമിൽ ഫ്ലോറിൽ കൊണ്ടുചെന്ന് ഇടുവോ. ഇൻസൈഡ് ദ വാഷിംഗ് സ്പേസ്, അതായത് നിങ്ങൾക്ക് വീട്ടിലൊരു വാഷിംഗ് സ്പേസ് കാണുമല്ലേ, അവിടെ നിങ്ങൾ കൊണ്ടുചെന്ന് വെക്കുവോ. അതോ ഓൺ യുവർ ബെഡ്, നിങ്ങളുടെ ബെഡിൽ നിങ്ങൾ നിങ്ങളുടെ യൂണിഫോം ഊരിയിടുവോ. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇൻസൈഡ് ദ വാഷിംഗ് പ്ലേസ്, ഇൻസൈഡ് ദ വാഷിംഗ് സ്പേസ് എന്നാണ്. നമുക്ക് തുണി കഴുകാനായിട്ട് ഉള്ള തുണികളെല്ലാം നമ്മൾ ഒരു ബാസ്ക്കറ്റിലോ എവിടെയെങ്കിലും നമ്മൾ വെക്കും അല്ലേ, അതിനകത്ത് വേണം നിങ്ങൾ നിങ്ങളുടെ യൂണിഫോം കൊണ്ടുചെന്ന് വെക്കാനായിട്ട്. ഓക്കെ. അല്ലാതെ നിങ്ങളുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാത്റൂമിലോ ഒന്നും നിങ്ങൾ ഉപേക്ഷിച്ചിട്ടേച്ച് പോകരുത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അതിന് പ്രത്യേക സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വേണം നിങ്ങളുടെ യൂണിഫോം കൊണ്ടുചെന്ന് വെക്കാനായിട്ട്. ഓക്കെ. 3, യു കം ബാക്ക് ഫ്രം സ്കൂൾ ആൻഡ് നിങ്ങൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ത്രോ യുവർ സ്കൂൾ ബാഗ് ഓൺ ദ ബെഡ്. അതായത് നിങ്ങളുടെ സ്കൂൾ ബാഗ് നിങ്ങൾ ബെഡിലേക്ക് വലിച്ചെറിയുമോ. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് ത്രോ യുവർ സ്കൂൾ ബാഗ് ഓൺ ദ ഫ്ലോർ, അതായത് തറയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ബാഗ് വലിച്ചെറിയുമോ. ഓപ്ഷൻ സി പറയുന്നത് പുട്ട് യുവർ സ്കൂൾ ബാഗ് ഓൺ യുവർ സ്റ്റഡി ടേബിൾ. നിങ്ങൾക്ക് പഠിക്കാനുള്ള നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ കൊണ്ടുചെന്ന് നിങ്ങളുടെ സ്കൂൾ ബാഗ് വെക്കുമോ. എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. പുട്ട് യുവർ സ്കൂൾ ബാഗ് ഓൺ യുവർ സ്റ്റഡി ടേബിൾ. നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി ടേബിൾ കാണും അല്ലേ, ആ സ്റ്റഡി ടേബിളിൽ കൊണ്ടുവന്ന് വേണം നമ്മുടെ സ്കൂൾ ബാഗ് വെക്കാനായിട്ട്. Okay. And fourth one, you come back from school
leave your tiffin box and water bottle in the നിങ്ങൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സ് എവിടെയാണ് നിങ്ങൾ വെക്കേണ്ടത്? ലീവ് യുവർ ടിഫിൻ ബോക്സ് ആൻഡ് വാട്ടർ ബോട്ടിൽ ഇൻ ദ കിച്ചൺ. കിച്ചണിൽ കൊണ്ടുവന്ന് വെക്കണം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് ഫിഫ്ത്ത് വൺ, യു ഹാവ് ബീൻ പ്ലേയിങ് എ ബോർഡ് ഗെയിം വിത്ത് യുവർ ഫ്രണ്ട്സ്. ദേ ഹാവ് ലെഫ്റ്റ് യു പാക്ക് യുവർ ഗെയിംസ് കെയർഫുള്ളി ആൻഡ് പുട്ട് ഇറ്റ് അവേ. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻഡോർ ഗെയിംസ്, അതായത് ബോർഡ് ഗെയിംസ്, നമ്മൾ ചെസ്സ്, ലുഡോ ഇതൊക്കെ ഇല്ലേ, ഇത് നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളത് നന്നായിട്ട് പാക്ക് ചെയ്ത് സൂക്ഷിച്ച് വെക്കുവോ? ഓപ്ഷൻ ബി പറയുന്നത് ലീവ് ഇറ്റ് ലൈങ് എറൗണ്ട്, അതായത് നിങ്ങളത് അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിടുവോ? ഓപ്ഷൻ സി പറയുന്നത് എക്സ്പെക്ട് someone else to put it away for you, അതായത് നിങ്ങൾ ഇതെല്ലാം കളിച്ച് കഴിയുമ്പോഴത്തേന് ആരെങ്കിലും ഇതൊക്കെ ചെയ്തോളും എന്ന് വിചാരിച്ച് നിങ്ങൾ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടേച്ച് പോവോ? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. പാക്ക് യുവർ ഗെയിം കെയർഫുള്ളി ആൻഡ് പുട്ട് ഇറ്റ് എവേ. ഓക്കെ, നെക്സ്റ്റ് പേജ് 50 ആൻഡ് 51. അതൊരു ബോർഡ് ഗെയിമാണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതുണ്ട്. സോ യു ടേക്ക് പേജ് 52, ഗുഡ് മാനേഴ്സ്. ഗുഡ് മാനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവരി വൺ ലൈക്സ് ചിൽഡ്രൻ ഹു ആർ വെൽ മാനേർഡ്. നല്ല രീതിയിൽ പെരുമാറുന്ന കുട്ടികളെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഗുഡ് മാനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ് മാനേഴ്സ് മീൻസ് ദാറ്റ് വി മസ്റ്റ് ബി പൊളൈറ്റ് ടു ഓൾ. വി ലേൺ ഗുഡ് മാനേഴ്സ് അറ്റ് ഹോം ആൻഡ് അറ്റ് സ്കൂൾ. എല്ലാവരോടും നമ്മൾ വളരെ പൊളൈറ്റായിട്ട് വളരെ സൗമ്യതയോടെ നമ്മൾ പെരുമാറുക. അതിനാണ് നമ്മൾ ഗുഡ് മാനേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഗുഡ് മാനേഴ്സ് എവിടെ നിന്നാണ് പഠിക്കുന്നത്? നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ സ്കൂളിൽ നിന്നുമൊക്കെയാണ് നമ്മൾ ഗുഡ് മാനേഴ്സ് പഠിക്കുന്നത്. ഓക്കെ, വാട്ട് വിൽ ദ ചിൽഡ്രൻ സേ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്, റൈറ്റ് ഇൻ ദ ബ്ലാങ്ക്സ്. അതായത് ഇവിടെ കുറേ സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഈ ഓരോ സിറ്റുവേഷൻസിലും ഈ കുട്ടികൾ എന്തായിരിക്കും ചെയ്യേണ്ടത്, അവരെന്തായിരിക്കും പറയുന്നത്? ഓക്കെ, ഫസ്റ്റ് വൺ, റിയ ഈസ് മീറ്റിംഗ് ഹെയർ ഫ്രണ്ട് ടിയ ആഫ്റ്റർ എ ലോങ് ടൈം. അതായത് കുറേ നാളുകൾക്ക് ശേഷം റിയ അവളുടെ ഫ്രണ്ട് ടിയയെ കാണുകയാണ്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവർ വിഷ് ചെയ്യും അല്ലേ? ഹലോ ടിയ, ഹൗ ആർ യു, ഇതൊക്കെ ഇങ്ങനെയായിരിക്കും അവർ വിഷ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ, മേരി ഗേവ് എ ഗിഫ്റ്റ് ടു രാഹുൽ ഓൺ ഹിസ് ബർത്ത്ഡേ. അതായത് രാഹുലിൻ്റെ ബർത്ത്ഡേക്ക് രാഹുലിനൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് മേരി. അപ്പോൾ രാഹുൽ എന്തായിരിക്കും പറയേണ്ടത്? സേ താങ്ക് യു, താങ്ക് യു എന്ന് പറയണം. ഓക്കെ, ആൻഡ് തേർഡ് വൺ, സം ഗസ്റ്റ് ഹാവ് കം ടു റിത്തുസ് ഹൗസ്. അതായത് റിത്തുവിൻ്റെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുവാണ്. അപ്പോൾ അവൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? അവരെ വിഷ് ചെയ്യണം അല്ലേ? പ്ലീസ് കം, അവരോട് അകത്തേക്ക് കടന്നു വരാൻ പറയണം. നിങ്ങളുമൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഫോർത്ത് പിക്ചർ നോക്കി. റോഹാൻസ് ഗ്രാൻഡ് പേരൻസ് ഹാവ് ജസ്റ്റ് കം ഫ്രം ദ മാർക്കറ്റ്. മാർക്കറ്റിൽ പോയിട്ട് വന്നാണ് റോഹാൻ്റെ ഗ്രാൻഡ് പേരൻസ്. അപ്പോൾ റോഹാൻ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഗീവ് സം ഡ്രിങ്കിങ് വാട്ടർ അല്ലേ? അവർക്ക് കുറച്ച് കുടിക്കാനായിട്ട് വെള്ളമെടുത്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് രാജ ഡസ് നോട്ട് ഹാവ് എ ഫ്രണ്ട്. രാജായ്ക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലെങ്കിൽ അവനൊരു ഫ്രണ്ടിനെ കിട്ടുമ്പോൾ അവനുമായിട്ട് വിഷ് ചെയ്യണം അല്ലേ? എങ്ങനെയായിരിക്കും? ഹലോ ഫ്രണ്ട്, അല്ലെങ്കിൽ രാജ എന്തെങ്കിലും പേര് പറയുകയാണെങ്കിൽ ആ പേരിട്ട് വേണമെങ്കിലും ഹലോ രാമു എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് മദേഴ്സ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ദ സെക്കൻഡ് സൺഡേ ഓഫ് മെയ്. അതായത് മെയ്യിലെ സെക്കൻഡ് സൺഡേ ആണ് മദേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാദേഴ്സ് ഡേ എന്നായിരിക്കും? ഫാദേഴ്സ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ദ തേർഡ് സൺഡേ ഓഫ് ജൂൺ. ജൂണിലെ തേർഡ് സൺഡേ ആണ് ഫാദേഴ്സ് ഡേ. അപ്പോൾ ഗ്രാൻഡ് പേരൻസ് ഡേ എന്നായിരിക്കും? ഗ്രാൻഡ് പേരൻസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ഫസ്റ്റ് സൺഡേ ഓഫ് സെപ്റ്റംബർ.
സെപ്റ്റംബറിലെ ഫസ്റ്റ് സൺഡേ ആണ് ഗ്രാൻഡ് പേരൻസ് ഡേ. ഒന്നുകൂടെ പറയാം. മദേഴ്സ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ദ സെക്കൻഡ് സൺഡേ ഓഫ് മെയ് ആൻഡ് ഫാദേഴ്സ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ദ തേർഡ് സൺഡേ ഓഫ് ജൂൺ ആൻഡ് ഗ്രാൻഡ് പേരൻസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ദ ഫസ്റ്റ് സൺഡേ ഓഫ് സെപ്റ്റംബർ. ഓക്കെ. നെക്സ്റ്റ് ഈസ് റിവിഷൻ പേജ് 30. Some plant facts. Okay. The coconut tree is known as the tree of 1,000 uses. Each of its parts is useful for us. അതായത് കോക്കനട്ട് ട്രീ എന്നറിയപ്പെടുന്നത് ട്രീ ഓഫ് 1,000 യൂസസ് അല്ലേ. കോക്കനട്ട് ട്രീ കൊണ്ട് ആയിരക്കണക്കിന് ഉപയോഗങ്ങളുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഓരോ പാർട്സും വളരെ യൂസ്ഫുള്ളാണ്. നെക്സ്റ്റ് ഈസ് നിയർലി 96% ഓഫ് റോ കുക്കുംബർ ഈസ് വാട്ടർ. അതായത് കുക്കുംബറിൽ 96% എന്ന് പറയുന്നത് വാട്ടറാണ്. നെക്സ്റ്റ് ഈസ് ട്രീ ടംബോ ആൻഡ് അമേസിംഗ് പ്ലാന്റ് ഫ്രം Southern Africa initially grows only 2 leaves from the thick trunk. Each leaf can be over 8 meter അല്ലെങ്കിൽ 27 feet long. സദേൺ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ടംബോ എന്ന് പറയുന്ന പ്ലാന്റിൽ ഇനിഷ്യൽ സ്റ്റേജിൽ അതിന് 2 ലീവ്സേ കാണത്തുള്ളൂ. പക്ഷേ ഈച്ച് ലീഫ് ക്യാൻ ബി ഓവർ 8 meter ലോങ്. 8 meter ലോങ് ആയിരിക്കും ഈ ലീവ്സ് എന്ന് പറയുന്നത്, അതായത് 27 feet. നെക്സ്റ്റ് ഈസ് the smallest flowering plant in the world is a floating duckweed known as northern watermeal. Okay. Next is bamboo grows faster than any other plant. മറ്റുള്ള പ്ലാന്റ്സിനെ അപേക്ഷിച്ച് വളരെ ഫാസ്റ്ററായിട്ട് വളരുന്ന പ്ലാന്റാണ് ബാംബോ. നെക്സ്റ്റ് ഈസ് ദ ഫ്ലവർ ഓഫ് ദ ആമസോൺ വാട്ടർ ലില്ലി is as big as a full-sized football. Okay, this is the picture of Amazon water lily. ഈ ആമസോൺ വാട്ടർ ലില്ലി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിഗ് ആസ് എ full-sized football. ഒരു ഫുട്ബോളിൻ്റെ അത്ര സൈസ് കാണും ആമസോൺ വാട്ടർ ലില്ലിക്ക്. ഓക്കെ. നെക്സ്റ്റ് ഈസ് സർക്കിൾ ദ കറക്റ്റ് ആൻസർ. The branch of this tree is recognized as a symbol of peace. Symbol of peace എന്നറിയപ്പെടുന്നത് ഏത് ട്രീയുടെ ബ്രാഞ്ചാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഒലീവ് ട്രീ. ഓക്കെ. സെക്കൻഡ് വൺ, എ പ്ലാന്റ് ദാറ്റ് ലീവ്സ് ഫോർ 2 years ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ബൈനിയൽ. ഓക്കെ. 2 വർഷത്തേക്ക് കാണപ്പെടുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ ബൈനിയൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് 3. ദ ഫസ്റ്റ് പാർട്ട് ഓഫ് എ പ്ലാന്റ് ടു ഗ്രോ ഫ്രം എ സീഡ് ഈസ് അതായത് ഒരു സീഡിൽ നിന്ന് വളരുന്ന പ്ലാന്റിൻ്റെ ആദ്യത്തെ പാർട്ട് ഏതായിരിക്കും? ഇറ്റ് ഈസ് റൂട്ട്. ഫോർത്ത് വൺ, പിക്ചർ പ്ലാന്റ്സ് പിക്ചർ പ്ലാന്റ് എന്ന് പറയുന്നത് കാർണിവോറസ് പ്ലാന്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആൻഡ് ലാസ്റ്റ് വൺ, ദിസ് പ്ലാന്റ് ഹാസ് സ്പൈൻസ് ടു പ്രൊട്ടക്ട് ഇറ്റ് സെൽഫ് ഫ്രം ആനിമൽസ്. ആനിമൽസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരുപാട് സ്പൈൻസ് എന്ന് പറഞ്ഞാൽ മുള്ളുകളുള്ള പ്ലാന്റ് ആണ്. ഏതാണ്? ക്യാക്ടസ്. ഓക്കെ. So our GK class is over. You study well. We will meet in the next GS class. Okay. Thank you.